യെസ്, ആൻസർ സി വരും. ഐശ്വര്യ, ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് LHLD 2100 സംഭവിക്കുന്നത് ലോഡ് HL പെയർ ഡയറക്റ്റ് എന്നാണ്. അവിടെ സംഭവിക്കാൻ പോകുന്നത് എല്ലിലെ വാല്യൂ നേരെ എങ്ങോട്ടാവും? സോറി, എല്ലിലേക്ക് വാല്യൂ എന്ത് വരും? 2100 വരും. എച്ചിലേക്ക് എന്ത് വരും? 2101 ഡാറ്റ അങ്ങോട്ട് വരും. ഡാറ്റയാണ്, ആ വാല്യൂ അല്ല പോകുന്നത്. കാരണം എച്ച് എന്ന് പറയുമ്പോൾ അറിയാം, എച്ച് മാത്രമായിട്ടാകുമ്പോൾ 8 ബിറ്റ് ആണ്. അപ്പോൾ 2001 വാല്യൂ എങ്ങോട്ട് പോകും? എച്ചിലോട്ടും. ഈ പറയുന്ന 2100 മെമ്മറിയിലുള്ള വാല്യൂ എങ്ങോട്ട് പോകും? ഇതിലേക്ക് പോകും. ഓക്കെ അല്ലേ ഇത്? പറഞ്ഞേ. ഇവിടെ പറയുന്നത് 2001 മെമ്മറിയിലുള്ളത് 98H ആണ്. 2002 മെമ്മറിയിലുള്ളത് E1H. ഒന്നേ ഉള്ളൂ, LXI ക്വസ്റ്റ്യൻ എഴുതണോ നിങ്ങൾക്ക് വേണമെങ്കിൽ? LXIH 2001, MVIA 21H, INXH, add M, NXH, move M, A, HLT. വിജയറാണി കിട്ടിയില്ലേ? ബസ്സത കിട്ടിയില്ലേ? ആൻസർ പറഞ്ഞേ. സുജിതയ്ക്ക് ആൻസർ കിട്ടിയില്ലേ? യെസ്. ഐശ്വര്യക്ക് കിട്ടി. ക്രിസ്റ്റിനയ്ക്ക് കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? പറയാം. നിമിതയ്ക്ക് ആൻസർ കിട്ടിയോ? പറഞ്ഞു, ഓരോന്നായിട്ട് പറഞ്ഞു. നമ്മളിവിടെ പറഞ്ഞു വരുമ്പോൾ LXIH 2001 എന്ന് പറഞ്ഞാൽ HL എന്ത് കിട്ടി? HL പെയർ ഡയറക്റ്റ് ആയിട്ട് 2001 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. MVIA 21H, അപ്പോൾ എന്ത് ചെയ്യും? അക്കുമുലേറ്ററിലേക്ക് 21H എന്ന് പറഞ്ഞ വാല്യൂ ഡയറക്റ്റ് വന്നു. INXH, HLനെ നമ്മൾ എന്ത് ചെയ്തു? ഇൻക്രിമെന്റ് ചെയ്തു HL പെയറിനെ. അപ്പോൾ നമുക്ക് എന്തായി മാറി? HL പെയർ 2002 ആയി. ആഡ് എം എന്ന് പറയുന്ന സമയത്ത് എം എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനാണ്. 2002 വാല്യൂവിന് എന്ത് ചെയ്യണം? ഈ പറഞ്ഞു വന്ന അക്കുമുലേറ്ററായിട്ട് ആഡ് ചെയ്യണം. അക്കുമുലേറ്റർ പ്ലസ്, അക്കുമുലേറ്ററിൽ ഇപ്പോൾ എന്താ ഉള്ളത്? അതങ്ങ് ചെയ്യാം. അക്കുമുലേറ്ററിലോട്ട് എന്ത് വന്നു? 21 പ്ലസ്. ഇപ്പോൾ അക്കുമുലേറ്ററിലുള്ള വാല്യൂ 21 ആണ്. ഇപ്പോൾ 2002 വാല്യൂ, HL വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം E1 ആണ്. E1 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? E2. വരെ ക്ലിയർ ആണ്. അടുത്ത പറഞ്ഞേക്കുന്നത് ആഡ് എം കഴിഞ്ഞ് INXH. അപ്പോൾ വീണ്ടും HL പെയറിൻ്റെ വാല്യൂ എന്തായി? 2003 ആയി. മൂവ് M, A. ഇപ്പം D2ൻ്റെ വാല്യൂ എങ്ങോട്ട് പോയി? 2003 പോയി. ക്ലിയർ അല്ലേ? അക്കുമുലേറ്ററിലെ വാല്യൂ എങ്ങോട്ട് പോകാന്ന് പറയുന്നത് മെമ്മറിയിലോട്ട്. ഏത് മെമ്മറിയിൽ? HL പെയറിലുള്ള മെമ്മറിയിലോട്ട്. അപ്പോൾ 2003 അറ്റ് എൻഡ് ഓഫ് ദി 2003 ഏതായിരിക്കും വാല്യൂ ഉണ്ടാകുന്നത്? D2 ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ D2 എന്ന് പറഞ്ഞാൽ D × 16⁻1 പ്ലസ് 2 × 6⁻. അപ്പം D എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? A എന്ന് പറഞ്ഞാൽ 10 ആണ്. D എന്ന് പറഞ്ഞാൽ 11 ആണ്. D എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പം D എന്ന് പറഞ്ഞാൽ 13 ആണ്. ശരിയല്ലേ? 13 × 16 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? യെസ്.
Content of the accumulator after the execution of the following program. ചേരാണി കിട്ടിയില്ലേ? ഫസ്റ്റത്തേക്ക് ആൻസർ കിട്ടുന്നില്ലേ? അക്യുമുലേറ്ററിലേക്ക് എന്ത് വന്നു? F0 വന്നു, ORI ചെയ്തു, OR ഓപ്പറേഷൻ ചെയ്തു ഇമ്മീഡിയറ്റ് ആയിട്ട് FFO ആയിട്ട്. അതിനുശേഷം എന്ത് ചെയ്തു? XOR ഓപ്പറേഷൻ ചെയ്തു F0 ആയിട്ട്. ആൻസർ എത്ര കിട്ടി? പറഞ്ഞേ. ഫസ്റ്റ് ഇത് ആൻസർ കിട്ടുന്നുണ്ടോ? പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. F0H ആണ്. MBA F0H എന്ന് പറയുമ്പോൾ ഈ അക്യുമുലേറ്ററിലേക്ക് എന്ത് വന്നു? F0 വന്നു. അതിനുശേഷം OR ഓപ്പറേഷൻ ചെയ്യുന്നു FFO ആയിട്ട്. അതിനുശേഷം XRI ചെയ്യുന്നു F0 ആയിട്ട്. ആൻസർ എന്ത് കിട്ടും? നിങ്ങൾ രണ്ടുപേരുടെ പറയാനുള്ളൂ. പറഞ്ഞ് വിജയറാണി കിട്ടുന്നുണ്ടോ? ചെയ്യണോ ഇത്? പറഞ്ഞേ, ക്ലിയർ ആണോ ഇത്? പറയൂ. മുന്നോട്ട് പോകട്ടെ. ഫസ്റ്റ് ഇത് ആൻസർ കിട്ടുന്നുണ്ടോ? വിജയറാണി ആൻസർ കിട്ടുന്നുണ്ടോ? പറഞ്ഞേ, നിങ്ങളോട് പറഞ്ഞാൽ മുന്നോട്ട് പോവാം. F0FH അല്ലേ? ഫസ്റ്റത്തേക്കും ആൻസർ കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അക്യുമുലേറ്ററിന്റെ വാല്യൂ എന്തായി? 1111000. ഇത് ക്ലിയർ ആണ് വസുത? അക്യുമുലേറ്ററിന്റെ വാല്യൂ ഇട്ട് കൊടുത്തു നമ്മൾ. ഓക്കെ അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ OR ഓപ്പറേഷൻ വിത്ത് 11111111. ക്ലിയർ ആകുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? അപ്പൊ ഈ OR ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്തായി മാറി? 111111. കാരണം ഇത് രണ്ടുകൂടെ ബിറ്റ് ബൈ ബിറ്റ് OR ഓപ്പറേഷൻ ചെയ്താൽ എല്ലാം എന്തായി മാറി? 1 ആയി മാറി. ഇത് ക്ലിയർ ആണോ? അതിനുശേഷം XRI F0. XOR ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സമയത്ത് മാത്രമേ 1 കിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇതെല്ലാം എന്തായിപ്പോ? 0 ആയിപ്പോ. അപ്പൊ 0F എന്ന്. ഓക്കെ അല്ലേ? Okay, right. The following program start at a location 0100H. Content of the accumulator when the program after the program. The content of accumulator. When the PC reaches the value. Question ഇങ്ങനെയാണ് കേട്ടോ. Content of the accumulator when the PC reaches the 0107H is. എനിക്കും ഡൗട്ടായി. ഏതായാലും ഒരു കാര്യം, എൻ്റെ അഭിപ്രായത്തിൽ ഈ വാല്യൂ വരേണ്ടത് 0109 ആണ്. നല്ല സബ് എം വരെ എത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോഴേ ശ്രദ്ധിച്ചത്. ഞാനും കണ്ടന്റ് ഓഫ് ദി അക്യുമുലേറ്ററിന് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. കണ്ടന്റ് ഓഫ് ദി അക്യുമുലേറ്റർ വെൻ ദി പീസ് റീച്ചസ് 0107 അവിടെ കിടക്കുന്ന ക്വസ്റ്റ്യൻ. എഞ്ചിനീയറിംഗ് സർവീസിന് യോജിച്ചൊരു ക്വസ്റ്റ്യനാണ് 2013. പക്ഷേ അത് എനിക്ക് തോന്നുന്നു 09 ആയിരിക്കണം ക്വസ്റ്റ്യൻ വരേണ്ടത്. 09 ആയാലേ ഈ പ്രോഗ്രാം മുഴുവൻ എക്സിക്യൂട്ട് ആവുള്ളൂ. 07 വരെ ആണെങ്കിൽ ഇവിടെ വന്ന് ഈ പ്രോഗ്രാം കൗണ്ടർ ഇവിടെ നിൽക്കുന്ന നേരത്തെ ഉള്ളൂ. ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഓപ്പറേഷൻ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. ശരിയല്ലേ? MBAയുടെ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം PC ഇവിടെ നിൽക്കുന്ന അർത്ഥം.
2009 എന്നും പറഞ്ഞാൽ പോരാ, ശരിക്കും പറഞ്ഞാൽ 10 എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് ഇവിടെ എത്തുമ്പോഴേ സബ് എം നടക്കുകയുള്ളൂ. ഇത് ആക്ച്വലി 2000 നമ്മൾ പറയുകയാണെങ്കിൽ ഇത് 100100 സ്റ്റാർട്ട് ചെയ്താൽ ഇത് 0103 ഉള്ളത്. ഇതെവിടെ വരും എന്ന് ചോദിച്ചാൽ 0106 ഉള്ളത്. കാരണം ക്ലിയർ ആണിത്. അപ്പോൾ 20H എവിടെ വന്നു? 0107 ഉള്ളത്. അപ്പോൾ സബ് എം എന്ന് പറയുന്നത് ശരിയാണ് 0108 ഉള്ളത്. അപ്പോൾ ഓക്കെ, ഇത് 09 ആയാൽ മതി. 0109 ആയാൽ ഓക്കെയാണ്. കാരണം ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരേണ്ടിയിരുന്നത് 0109 ആണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം 07 വരെ ചെയ്യാന്ന് പറഞ്ഞാൽ എവിടം വരെയാവും? 07 വരെ എന്ന് പറഞ്ഞാൽ A20H വരെ, MBA 20H എന്ന് വരെ വരുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അക്കുമുലേറ്ററിൻ്റെ വാല്യൂ മുമ്പേ ഐശ്വര്യ പറഞ്ഞ പോലെ 20H വരേണ്ടി വരും. സബ് എം ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ വാല്യൂ ആവുള്ളൂ. എല്ലാവർക്കും ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കണ്ടന്റ് ഓഫ് ദി അക്കുമുലേറ്റർ എൻ്റെ PC റീച്ചസ് 0107 എന്ന് പറയുമ്പോൾ MBA എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരിയല്ലേ? ഓപ്പറേഷൻ അവിടെ വരെ നടത്തിയിട്ടുള്ളൂ. അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ 07 നിർത്താൻ പറ്റില്ല. അപ്പോൾ 09 ആണെങ്കിൽ സബ് എം കൂടെ കഴിഞ്ഞു. എല്ലാവർക്കും ഓക്കെ ആണോ ഈ പറഞ്ഞു വരുന്നത്? പറഞ്ഞേ ഇത് എല്ലാവർക്കും ഓക്കെ ആണോ? പറഞ്ഞേ. അല്ലല്ല, MBA കഴിഞ്ഞിട്ട് 20H വരുള്ളൂ. കേട്ടോ സുജിത? അത് ഞാൻ തിരിച്ചു പറഞ്ഞു പോയത്, അറിയാതെ പറഞ്ഞു പോയതാ. ഇവിടെ MBA കഴിഞ്ഞിട്ട് 20H വരുള്ളൂ. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡേറ്റ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മുമ്പേ ഡേറ്റ കൊടുക്കില്ല. ഓപ്പ് കോഡ് കൊടുത്തിട്ട് നമുക്ക് ഡേറ്റ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഡേറ്റ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും ചോദിച്ചാൽ ആദ്യം ലോവർ ബൈറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ മുകളിലത്തെ LXI SP 0FFH ആണെങ്കിൽ LXIയുടെ ഓപ്പ് കോഡിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം കയറാൻ പോകുന്നത് FF ആയിരിക്കും. അതിനുശേഷം 00 കയറി പോകുള്ളൂ. ഇനി അടുത്ത LXI H ആണെങ്കിൽ ആദ്യം കയറുന്നത് LXIയുടെ ഓപ്പ് കോഡ് കഴിയും. അതിനുശേഷം 07, അതിനുശേഷം 01. ഇപ്പോൾ MBAയുടെ കേസിലും MBA ആദ്യം എഴുതും. അതിനുശേഷം A20H അടുത്ത വാല്യൂ 07 വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ ഇത്? ഓക്കെ ആണ് ഇത്? എല്ലാവരും പറഞ്ഞേ. ക്രിസ്റ്റീന ക്ലിയർ അല്ലേ? പറഞ്ഞു വന്നേ. സ്വപ്ന ക്ലിയർ അല്ലേ? ഐശ്വര്യയ്ക്ക് ഓക്കെയാണ്, സുജിതയ്ക്ക് ഓക്കെയാണ്, വിജയറാണി ക്ലിയർ അല്ലേ? പറഞ്ഞു വന്നേ. വസുധ ക്ലിയർ അല്ലേ? സജന ഓക്കെ അല്ലേ? നിമിത ക്ലിയർ അല്ലേ? ഓക്കെയാണ്. നിമിതയ്ക്ക് ക്ലിയർ അല്ലേ? പറഞ്ഞേ പറയൂ. ഇതാ ക്ലിയർ ആണോ? അപ്പോൾ ടേക്ക് കെയർ. നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. 0306 എങ്ങനെ അറിയാം? അയ്യോ, അത് മുമ്പേ പറഞ്ഞാണ്. ഈ പറഞ്ഞു വരുന്ന ഇതുണ്ടല്ലോ LXI SP, ഇതെന്ന് പറയുന്നത് 3 ബൈറ്റാണ് എഴുതാൻ വേണ്ടത്. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ LXI SP എഴുതാൻ വേണ്ടി ബസിത ഒരു ഓപ്പ് കോഡ് വേണം. ഈ FF എഴുതാൻ, FF എന്ന് പറയുന്നത് 1 ബൈറ്റാണ്. ശരിയല്ലേ? ഇതൊരു 1 ബൈറ്റാണ്, ഇതൊരു 1 ബൈറ്റാണ്. ഹെക്സാഡെസിമലാണ്, അതുകൊണ്ടാണ് 1 ബൈറ്റാണ്. അപ്പോൾ ഈ ഓപ്പ് കോഡ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതാൻ 3 ബൈറ്റ് വേണം. അതാ ഈ പറഞ്ഞ അടുത്ത 3 വരാൻ കാരണം. ഇതെഴുതാൻ ഈ LXI SP ഇതെഴുതാനും 2 ബൈറ്റ് വേണം, 3 ബൈറ്റ് വേണം. അതുകൊണ്ടാണ് ഇവിടെ എത്തി നിന്നത് 0106 നിന്നത്. പക്ഷേ MBA A20H എഴുതാൻ 2 ബൈറ്റ് മതി. 20Hന് 1 ബൈറ്റ്, ഇതിന് 1 ബൈറ്റ്. അതുകൊണ്ടാണ് 08 വന്നത്. സബം എഴുതാൻ ഒറ്റ ബൈറ്റ് മതി. അതുകൊണ്ട് ഈ പറഞ്ഞ PC അവിടെ നിൽക്കും, 1009 നിൽക്കും. ക്ലിയർ ആണോ വസുധ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? പറഞ്ഞേ. യെസ്, ക്ലിയർ. ഓക്കെ. അപ്പോൾ ടേക്ക് കെയർ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ക്രിസ്റ്റീന ഗുഡ് നൈറ്റ്. താങ്ക് യു.
സ്വപ്ന, ഐശ്വര്യ, സുജിത, വിജയറാണി, ബസിത, സജന, നിമിത എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. ടേക്ക് കെയർ.